ഹലോ ഗായ്സ്, ലിയോസ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട്. ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഇപ്പോൾ തൊട്ട് ഇടുന്ന വീഡിയോ ഇത് വേറെ വീഡിയോ ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ആദ്യം ഇട്ടുണ്ടാകുന്ന വീഡിയോ ആയിരിക്കില്ല ഇപ്പോൾ വരിക. ആദ്യം ഇട്ടുണ്ടാകുന്നില്ലേ നമ്മൾ ആദ്യം ഇട്ടുണ്ടാകുന്നത്, അതായിരിക്കില്ല ഇപ്പോൾ വരിക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലത്. ഓക്കെ, ഇത് വേറെയാണ്. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കളി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഷീറ്റ്. ഓക്കെ, കുറച്ച് പേടിയുണ്ട്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ കാര്യം നിങ്ങൾ മറക്കണ്ട. ഓക്കെ, റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. ഇനി നമുക്കൊരു 5. വീണ്ടും ആരൊക്കെയോ അൺസബ്സ്ക്രൈബ് ചെയ്യണ്ട്. പെട്ടെന്നൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഡിലേ ആവും. ന്യൂ സ്റ്റേറ്റിൻ്റെ വീഡിയോസൊക്കെ ഡിലേ ആവും. അത് കുറച്ച് സീനാണ്. ന്യൂ സ്റ്റേറ്റിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വരിക. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാണ്ട്. ഞാൻ മുമ്പ് കളിക്കുമ്പോൾ ഈ ഷെയ്ഡേഴ്സ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കണേ. ഓക്കെ, ഷെയ്ഡേഴ്സ് ഇട്ട് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ സാധാ പോലെ ഇട്ട് കളിക്കാനാ ഇങ്ങനെ ഭംഗിയുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എനിക്കെന്തായാലും ഇഷ്ടമായി. നമുക്കിപ്പോൾ രാത്രി ആവാറായി. നമുക്കൊരു ബെഡ്. ഓക്കെ ബ്രെഡ്. നമുക്കൊരു ബെഡ് വേണം. ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. എൻ്റെ FPS ഡ്രോപ്പ് ആവണ പോലെ ഉണ്ട്. ഉണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്. അന്ന് നോക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഫുള്ള് നമ്മൾ എല്ലാം പഠിച്ച് പ്രോയായി. പ്രോന്ന് വെച്ചാൽ സെറ്റ് പ്ലെയറായി. ഡയമണ്ടൊക്കെ കിട്ടും എന്നാണ് തോന്നണേ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഓടിയതില് 1 2 3 4 5 6 7 8 9 10 11 ബെഡ് ഉണ്ടാക്കിക്കോ. ഓക്കെ, ബാക്കി ഇവിടെ ഇരുന്നോട്ടെ. വേണ്ട, ബ്രെഡ് തന്നെ ആക്കിക്കോട്ടെ. ബ്രെഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫുള്ളങ്ങ് എടുക്കാല്ലേ. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, നമുക്കിനി വുഡ് വേണം. ലൈബ്രറി ആണല്ലേ. നമുക്കിനി വുഡൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുക. വുഡ് കിട്ടിയാലേ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വുഡ് കിട്ടും. ഷെയ്ഡേഴ്സ് ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ. ഇപ്പോഴും മനസ്സിലാവണം. ഓക്കെ, അവിടുന്ന് കുത്തിപ്പറക്കി എടുക്കാനുള്ള എല്ലായിടത്തും ഉണ്ട്. ശരി, എന്നാ കോളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം വുഡ് കണ്ടുപിടിക്കണം. വെള്ളം റിഫ്ലക്ഷൻ. നല്ല രസമുണ്ട് ഷെയ്ഡ് കാണാൻ.
ഓക്കെ, ഇവിടൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഗൈസ്. വുഡൊന്നും കിട്ടില്ല നമുക്ക്. അല്ലെങ്കിൽ ഒരു ടെമ്പിള് കാണും. ടെമ്പിൾ ഉണ്ടായാല് പിന്നെയും ഗുണുണ്ടെന്ന് പറയാം. ഇപ്പൊ ടെമ്പിളും ഇല്ല, ഒന്നുമില്ല. ഒട്ടകം ഉണ്ടല്ലോ. ഒട്ടകം ഇങ്ങനെ കിടക്കൂ. ഒട്ടകം ഇങ്ങനെയൊക്കെ കിടക്കൂ. കിടന്നു എനിക്ക് നോക്കുന്നില്ല. ഒട്ടകം ഇങ്ങനെ കിടക്കൂ. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ ഓക്കെ, ഓക്കെ. ലാവ ഉണ്ട് അവിടെ. അങ്ങോട്ട് പോണ്ട. കാമൽ അണ്ണൻ അവിടെ എന്താ? ടെമ്പിളത്? ഡെസേർട്ട് ടെമ്പിളാ? അല്ല അല്ല, നമ്മുടെ ഗോൾ എന്താന്ന് വെച്ചാ ഫൈൻഡ് ഡയമണ്ട് ആണ്. ഡയമണ്ട് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ടാസ്ക്. പാട് ജീവിതം മാതിരിയില്ലേ. ആടുജീവിതമായി ഗൈസ്. പിരിയോനേ ബഹുമാനേ പിരിയോനേ, എന്റെ മോനെ ഫുഡില്ല. ഓക്കെ, ഇനി പോവാ. എന്തത് ഇവിടെ? ഷുഗർ കേനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കയറിയിട്ടെന്താ കാര്യം? ഈ ട്രേഡൻ അണ്ണന്മാരവിടെ ഉണ്ടല്ലേ. ഇവിടെ നിന്ന് എങ്ങനെ പെട്ടെന്ന് പുറത്തെടുക്ക? അയ്യോ, ഒന്ന് പുറത്തെടുക്കാൻ പറ്റില്ലേ? ആടുജീവിതം പോലെ ഇല്ല. കേറി. ഓക്കെ, കേറി. ഇതെന്തോരിങ്ങനെ തറാക്കൊട്ട അങ്ങനെയല്ലേ ഇത് പറയുമ്പോഴേ ഞാൻ തോന്നുന്നു. അടാ, ഞാൻ ഇപ്പൊ എവിടെയാടാ ഈ മരം കണ്ടുപിടിക്കുക? ഓറഞ്ച് കളർ. ഇനി ഇവിടെ മൊത്തം അങ്ങനെയാവും. അയ്യോ, ഒരു മരം കിട്ടിയിരുന്നെങ്കിൽ. ഒരു മരം ഇതിന് ഹിറ്റാവില്ലേ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഈ സൂര്യനൊക്കെ അസ്തമിച്ചല്ലോ. കോൺക്രീറ്റ് ആടാ. അതൊന്നും നോക്കണ്ട, നെവർ മൈൻഡ്. ബാക്ക് ടു ആട് ജീവിതം.
ചെടികളുള്ള ഒരു സ്ഥലം കാണിച്ചാടാ. മോചങ്ങകാരെ ചെടികളുള്ള ഒരു സ്ഥലം കാണിച്ചു തരുമോ? ഇങ്ങനെ പോണ്ട. സൂര്യണ്ണ സൂര്യാസ്തമിക്കില്ലേ? ജസ്റ്റ് ഓക്കെ. ഔട്ട് പോസ്റ്റ് ഇങ്ങനെ ഞാൻ ഔട്ട് പോസ്റ്റിൽ പോയി യുദ്ധം ചെയ്യണോ? അത് വേണ്ട. ഔട്ട് പോസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ വില്ലേജ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവില്ലോ. വുഡ് ഇവിടെ ഉണ്ടാ. വുഡിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് there is one problem. Villages are there. ഒരു വുഡ് പൊട്ടിക്ക് ഓടുക അങ്ങനെ ചെയ്യേണ്ടി വരും. പൊട്ടിക്ക്. എടുക്കടാ. എന്തോ എടുത്തോടിക്കോത് നോക്കണ്ട്. രണ്ടും വേണോ? ഓക്കെ, ഓടിക്കോ. ഒന്നും നോക്കണ്ട. ഓക്കെ നമുക്ക് ഔട്ട് പോസ്റ്റിൽ എല്ലാത്തിനെയും കൊല്ലാൻ പോവാം. റോക്കി ബായ് ഡാർക്ക് ഓക്ക്. അയ്യോ, പിക്കാക്സിന് മ്യൂസിക് മോഡ് വേണോ? ആവശ്യക്ക് ഇത്. ഓക്കെ, ആവശ്യമുള്ളതായി. നമുക്ക് നാളെ യുദ്ധം ചെയ്യാൻ പോയാലോ? ഇന്നിനി വേണോ? ഫുഡ് ഇവിടെ നോട്ടെ. ഇത് അയ്യോ, എന്തോ സോംബി കുട്ട രാവിലെ തന്നെ പണി മേടിക്കണോ? ഫുള്ള് ഹെൽത്ത് തീർന്ന. അയ്യോ, ഇപ്പൊ ചാവും. ഞാൻ ചാവും. ബെഡ് രാവിലെ എല്ലാം ഫ്രൈ ആയിരിക്കുന്നത് കാണാം. ഓക്കെ എല്ലാം ചാവടാ. എന്താ എല്ലാം ചാവാത്ത? Wow, amazing view with zombies. എന്താ നിനക്കൊക്കെ എന്റെ പിന്നാലെ? ഇതെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയടാ. എന്റെ പിന്നാലെ വരേണ്ട ആവശ്യം എന്താ? ഇവന്മാരടിക്കുമ്പോ മാത്രം എന്താ ഈ പോയസം പോലത്തെ സാധനം? ചത്ത്. ഓക്കെ, വേഗം. ടെസ്റ്റിംഗ് ലേബിൾ കിട്ടി. നമുക്കിനി പോവാം. അടപ്പ ചവിടാ. അവന്മാരൊന്നും കൊല്ലടാ. അവന്മാരൊന്നും ചാവാത്ത എന്താ? ഇങ്ങനെ നമുക്ക് യുദ്ധത്തിന് എന്താ എനിക്കൊന്നും പോവാൻ പറ്റില്ല. ഓ സ്റ്റോണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇവന്മാരെന്തര ചാവത്ത്? ഇവന്മാര് നിന്നെങ്കിലും ചത്തിരുന്നെങ്കിൽ. ഓക്കെ ഇപ്പൊ ഞാൻ ചാവൂടാ. ഞാൻ ഇപ്പൊ ചാവേ. ടൈമില്ല തമ്പി, ടൈമില്ല. കിട്ടുന്നതെല്ലാം പറക്കിക്കോ. ഒന്നും നോക്കണ്ട.
വന്നു അമ്മര് പുണ്യളിയാ. അയ്യോ എടാ ചാവടാ. സൂര്യന്റെ ഇവിടെ എത്തിയില്ല. ചാവ്. എടാ ഇത് ഡെസേർട്ടിലെ സോംബീസ് ഒന്നും ചാവില്ല. സമയത്തൊക്കെ അമ്മര് ചാവണ്ടതാണല്ലോ. ഡെസേർട്ടിലായോണ്ടാണോ ആവട്ടെ, എനിക്കറിയുന്നില്ല. വ്യക്തമായൊരു കാരണമില്ല. നമുക്ക് അടിച്ചു കൊല്ലേണ്ടി വരൂ. അവിടക്ക് 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 നല്ല പിന്നെ അടുത്തോനോടെ അടുത്തോനോടെ ബാ 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 ബയോ. ആ കുട്ടി അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് കളി. ഓക്കെ ഓക്കെ സ്റ്റോൺ പിക്കേഴ്സ്. ഓക്കെ നമുക്ക് ഇത് വേണ്ട, ഇത് വേണ്ട, ബാക്കിയെല്ലാം വേണം. ഓക്കെ അങ്ങനെ ഇത് വെച്ച് പന്നെടുത്തോൻ എന്തരാ ഇല്ലേ. വില്ലേജറിന്റെ അവിടെ കേറുന്നു, പെറ്റാണെങ്കിൽ കൊല്ലുന്നു. ഒരുത്തരം വന്നത് ബ്ലോക്ക് കയ്യപ്പിച്ചോട്ടാ. നമുക്ക് ഏറ്റവും മുകളിൽ എത്തിയിട്ടേ ജമ്പ്. ജമ്പ് വർക്കയില്ല. ശരി എന്നാ. അയ്യോ കേറ് കേറ് കേറ 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 കേറ. അയ്യോ ഓടാ. എവിടെ എത്തിയ വില്ലേജിലെ വില്ലേജിലെത്തിയേ. ഇത് വേറെ വിചാരിച്ച അല്ലല്ലോ. അല്ലല്ലോ വേറെ വില്ലേജല്ല. ഇവിടൊക്കെ ഉണ്ടാവുന്ന ബെസ്റ്റ്. അറിഞ്ഞില്ല. ഇവിടെ ഇങ്ങനൊക്കെ വഴി. ക്രിയേറ്റിവിറ്റി ചത്തനപ്പോ എന്നിട്ട്. ഓ ബേബി വില്ലേജർ. ഞാൻ സ്റ്റോണിന്റെ സ്ഥലം കണ്ടറ. സ്റ്റോൺ അല്ലത്. അതല്ലോ അതല്ലോ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോടാ. കോപ്പർ ഫേണസ് ഉണ്ടാ. ഫേണസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കോപ്പർ ആർമർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കോപ്പറിനായിട്ടുള്ള കത്തിക്കാനുള്ളത് കോള് ഇവിടെ ഉണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് കോപ്പർ ആർമർ അങ്ങനെ ഉണ്ടാക്കാം. ആർമർ മാത്രം മതിയോ? 20 ടൂൾസ് ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. വീഡിയോ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. ഇതിന് അറ്റാക്ക് 3. അതിനെത്ര അറ്റാക്ക്? പിന്നെ 4 ആണോ? 3 തന്നെയല്ലേ? ഓക്കെ അതിന് 3 തന്നെയാണെന്നാ തോന്നുന്നത്. ഓക്കെ ഇത്ര അധികം കോളാ? കൊറേ കോള് കിട്ടിയല്ലോ. ഇത്ര കോള് മതിയാവുമായിരിക്കും. ഇനിയും വേണോ? 23 കോൾ അങ്ങ് എടുക്കാം. എത്രണ്ട്? 23. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാലോ.
നമുക്ക് എന്തുണ്ടാക്കണേ? ഫേണസ് ഇവിടെ വെച്ചു. ഇനി ഇത് ഇവിടെ വെച്ചു. ഇതിവിടെ വെച്ചു. പിന്നെ സ്റ്റിക്കില്ല വേണ്ടേ? 16 സ്റ്റിക്ക് അങ്ങ് ഉണ്ടാക്കി. ലിവറിന്റെ നാശി വെറുതെ എന്തിനു സാധനങ്ങൾ കളയണേ? 16 സ്റ്റിക്കല്ലേ? 16 സ്റ്റിക്ക്. നമുക്ക് വുഡിനൊന്നും സ്ഥലമില്ല. വുഡൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഒക്കെ എങ്ങനെ വുഡ് കിട്ടാന്? ഇനിയും കോപ്പർ വേണോ? ഇവിടെ ഇഷ്ടം പോലെ എടുക്കല്ലേ. അയൺ ആർമർ അങ്ങാവുമ്പോ പിന്നെ കോപ്പറിന്റെ ആവശ്യമില്ല. കോപ്പർ ശരിക്കും പറഞ്ഞ ബിഗിനിങ്ങിനൊക്കെ നല്ലതാണ്. തുടങ്ങുമ്പോ തന്നെ കോപ്പർ കിട്ടുകയെന്ന് വെച്ചാൽ അതൊക്കെ നല്ലതാ. പക്ഷെ തുടങ്ങി കഴിഞ്ഞ് അയണും ഒക്കെ കിട്ടുമ്പോ കോപ്പറിന്റെ ആവശ്യമില്ല. കാരണം അയണാണ് കുറച്ചും കൂടി നല്ലത് കോപ്പറിനേക്കാൾ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയായിരിക്കും. മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കും കളിക്കാത്തവർക്കൊക്കെ. അവിടെ കുറെ ഇഷ്ടം പോലെ കോളുണ്ടല്ലോ. കോളിന്റെ കോള. പന്ത്രണ്ടെണ്ണം കൂടി വെച്ചു. 14 കൂടി വെച്ചു. ഓക്കെ. ഉറങ്ങാനായിട്ട് നമുക്കൊരു ബെഡ് ഇവിടെ ഇരിക്കുക. നമ്മളിവിടെ വെച്ചു. നമ്മൾ ഇങ്ങനെ കിടന്നു. സ്റ്റിക്ക് മുകളിൽ വെച്ചു. ഓക്കെ. ബ്രെഡ് തിന്നണ്ട. രാത്രിയായില്ലേ? ഈ സമയത്തൊക്കെ രാത്രിയായ പോലെ. ഇനിയും സമയമുണ്ടല്ലേ? ഓ കുറച്ചും കൂടി കോൾ എടുക്കാം. കോള എടുക്കാം. കോളെ ഞാൻ വരുന്നു. കോളെ ഞാനെത്തി. എന്തോരം കോളാ ഇവിടെ. ഇത്രയും കോളൊന്നും കിട്ടിയിട്ടില്ല. ഒത്തിരി കുറെ ഉണ്ടല്ലോ. കുറച്ച് നമുക്ക് ടോർച്ചുണ്ടാക്കാൻ ആവശ്യം വരും. കേറ്. രാത്രിയായോ? സൂര്യനൊക്കെ കാണാൻ എടാ നല്ല രസമുണ്ടാ. നമുക്ക് കിട്ടിയതൊക്കെ വെച്ച് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കി ഫുള്ള് സെറ്റ് ആവാൻ പോവാണ്. ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ്, പിന്നത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ചും കൂടി, ഒരെണ്ണം കൂടിയും, ഒരെണ്ണല്ല കുറച്ചും കൂടി, 4 5 6 7 8 കൂടി വേണം. ഓക്കെ. എത്ര എണ്ണം വേണം? ലെഗിങ്സ് അല്ലേ കിട്ടാനുള്ളൂ? ബൂട്ടല്ലേ? ഓ 4 മതി. 4 വേഗം ഫാസ്റ്റ്. ഓക്കെ കിട്ടി. ഓക്കെ നമുക്കിപ്പോ കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ കാലത്ത് എണീറ്റു നോക്കട്ടെ. അയ്യോ സാധാ സോംബീസാട്ടാ രാവിലെ ചാവുള്ളൂ. ഇല്ലാത്തവരൊന്നും ചാവില്ല. എന്തര ചത്ത. ദേ വന്നു. പറഞ്ഞു ആക്കെടുത്തുള്ളൂ. നമുക്ക് ഈ ഫുള്ളി
ഇവിടെ എന്ത് സ്പീഡാടാ. നിഴലടിക്കണോണ്ട് അറിയാണ്ട്. പയ്യ നമ്മളവിടേക്ക് പോകും. സമാധാനായിട്ട് അവിടെ നിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കണേ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റ പറയാൻ പറ്റേ. നമുക്ക് ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫ്രണ്ട് വ്യൂ ഇരിക്കണം. ഫ്രണ്ട് ഓക്കെ അതിൻ്റെ രസമല്ലേ. ഓക്കെ ഗൈസ് ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ.